ഹായ് മക്കളെ, ഇന്ന് ഞാൻ ശകലം ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ സാധനം ചങ്ങലം വരണ്ട, വാളംപുളി, ഉണക്കമുളക്, കറിവേപ്പില, മല്ലിപ്പൊടി, പരിപ്പ്, പച്ച ഇഞ്ചി, തേങ്ങ, ഉപ്പ്. ഇത്ര. ഇനി നമ്മളിത് ഒരേ ഐറ്റം വറുത്തെടുക്കാൻ പോവാണ്. നമുക്ക് വറുത്തെടുക്കാം. ആദ്യം നമ്മൾ ഉണക്കമുളകും പരിപ്പും ഇട്ട് വറുത്ത് മാറ്റി വയ്ക്കാൻ പോകും. അവിടെ വെള്ളമൊന്നും പറ്റിക്കോട്ടെ. ഇനി നമ്മൾ ഈ ചീനിച്ചട്ടി വെച്ചു തേങ്ങ വറുക്കാനിടുകയാണ്. തേങ്ങ, പിന്നെ നമ്മൾ ഇഞ്ചി ഇതിൻ്റെ കൂടെ ഇട്ട് ശകല ഇഞ്ചി ഇട്ട്, പിന്നെ നമ്മൾ മെയിനായിട്ടുള്ളത് ചങ്ങലമ്പരനെയാണ് തേങ്ങയുടെ കൂടെ ഇട്ട് വറുക്കണത്. പിന്നെ കറിവേപ്പിലയും മല്ലിപ്പൊടിയൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുകയുള്ളൂ. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. നമ്മളിനിതേ നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്, തേങ്ങയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ശകലം മല്ലിപ്പൊടി ഇടുവാണ്, കുറച്ച് മതി. മല്ലിപ്പൊടി ഇട്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുവാണ്. കറിവേപ്പില ഇട്ട് നമ്മുടെ തേങ്ങ നല്ലോണം മൂത്തിട്ടുണ്ട്, തേങ്ങയും എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മൂത്ത് വന്നു. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ചമ്മന്തിക്കുള്ള ഉപ്പ് കുറച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി പോരാതെ വന്നാൽ നമുക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർന്നിട്ടുണ്ട്. പരിപ്പും കറിവേപ്പിലയും മല്ലിപ്പൊടി, ഉണക്കമുളകും. ഇനി നമ്മൾ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. പൊടി നമ്മൾ ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുകയാണ്, ഇടിക്കുമ്പോൾ നല്ലോണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പൊടി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാനങ്ങ് ഇടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചാലോ എന്ന് ഓർത്തിട്ടാണ്. ചങ്ങലമ്പരണ്ട നല്ലോണം മൂത്തിട്ടുണ്ട്. ചങ്ങലമ്പരണ്ട ഇട്ട് ഇരിക്കണത് ചമ്മന്തിക്ക് നല്ല ടേസ്റ്റും കിട്ടും, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇനി നമ്മുടെ തേങ്ങ ഇവിടെ തണുക്കട്ടെ. നമ്മുടെ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങയും എല്ലാ സാധനങ്ങളും നമ്മളിവിടെ റെഡിയാക്കി ഇത് തണുത്ത് നമ്മളിത് പൊടിച്ചെടുക്കും. നമ്മൾ ചമ്മന്തി പൊടിക്കാൻ പോകും. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി. ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പാർത്തു വേണം. ഇത് പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകാനും നമുക്ക് പെട്ടെന്ന് ഇച്ചിരി ചോറ് കഞ്ഞിയോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇത് വളരെ ഉപകാരമാണ്. എല്ലാവരും ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ നോക്കുക. ഇനി എല്ലാവരും
എനിക്ക് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം.